ഇന്നലെ ഉണ്ടായ കാര്യം എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ സംഭവിച്ചതാ. രാഘവൻ സാറിനെ നോക്കിക്കോണോന്ന് പറഞ്ഞിട്ടാ ശിവൻ ഫോൺ വിളിച്ച പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. ഞാൻ രാഘവൻ സാറിനെ ഇരുത്തിയിട്ട് ബില്ലടയ്ക്കാൻ പോയതാ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണവും. ഇത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാ. അതിന് ഞാൻ പരിഹാരം കണ്ടിരിക്കും. അയാളുടെ ഗോഡൌൺ തന്നെ ആദ്യം സെർച്ച് ചെയ്യേ. മിക്കവാറും അവിടെ ഉണ്ടാവും പ്രകാശ്. യെസ് മാം. ഈ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയിട്ട് ഒരാളും കണ്ടില്ലെന്ന് പറഞ്ഞ ഞാനിതിപ്പോ ആരെ വിളിച്ചു പറയും? ഈ രാത്രി ഞാൻ എവിടെ പോയി നോക്കാനാ? വെള്ളം ചൂടാക്കി കുഴമ്പ് തേക്കാനായി ഞാൻ ചെന്നപ്പോ ആളെ കാണാനില്ല. സാധാരണ എല്ലാ കാര്യങ്ങൾക്കും എന്നെ കൂടെ നിർത്തുന്നതാ. ഇന്ന് എന്നെ മുറിയിലേക്ക് കയറ്റിയിട്ടില്ല. എവിടേക്ക് പോയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചെന്ന് നോക്കേണ്ടത്. ചെല്ലാൻ ഒരു സ്ഥലമേ ഉള്ളൂ. ശിവനെ വിഷ്ണു കുഞ്ഞാണെന്നല്ലേ കരുതി വച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോകാനേ മാർഗമുള്ളൂ. ചാവി. ശിവേട്ടനൊരു ഗസ്റ്റ് ഉണ്ടേ. ഗസ്റ്റോ? ഞാൻ മുറി കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അതാരാണ് ഇപ്പൊ അങ്ങനെ ഒരു ഗസ്റ്റ്? അച്ഛനോ? അതെ, അച്ഛൻ തന്നെ. നീ എന്തോടാ അവിടോട്ട് വരാത്തെ? എടാ എടാ നിനക്കൂടെ കിടക്കാൻ വിട്ടില്ലടാ അവിടെ അത്രയും വലിയ വീടുണ്ടാക്കിട്ടേക്കുന്നേ. എന്നിട്ടാണോ നീ ഇവിടെ വന്ന് ഈ നിന്നിന്റെ നിലയിലത്തെ ലോഡ്ജ് പണി നടക്കുന്നേ? നീ ഏതെടുത്താളാ വാശി കാണിക്കുന്നേ? ഹാമ എടുത്താ ഇവിടെ അവിടെ നിനക്ക് വേണ്ടി ജീവിക്കുന്നോളാ. പിന്നെ എന്തേലൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് വീട്ടിൽ നിന്ന് കുറ്റി മറിച്ച് വരാന്നെങ്കിലേ ഞാൻ എന്നാ പോണ്ടതാ? അച്ഛാ, അത് പിന്നെ ഞാനിപ്പോ എങ്ങനെയാ അച്ഛനോട് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നീ ഇപ്പൊ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കണ്ട. എന്താ ഇവിടെ ഉള്ളതെന്ന് വെച്ചാ അതെടുത്തോ. നമ്മളിപ്പോ തന്നെ ഇവിടുന്ന് പോവാ. ഇനി വേണ്ട ഈ ലോഡ്ജിൽ താമസമൊന്നും. അല്ലച്ചാ, ഇത് നമ്മുടെ കളക്ഷന് വേണ്ടി എടുത്തിരിക്കുന്ന മുറിയാ. എടാ എന്തായാലും ശരിയാ, നീ ഇപ്പൊ എന്നോട് വരണം. നിന്നെ വേണ്ട ഞാനിവിടുന്ന് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. ഞാനിവിടെ കിടക്കുവാ. ഹലോ, എനിക്ക് ലോഡ്ജ് കിടത്താൻ ഉറക്കം വരുമെന്ന് അറിയണമല്ലോ. ഇതിപ്പോ എന്നെ വല്ലാത്ത വിഷമത്തിൽ അച്ഛനാക്കിയല്ലോ. ഞാൻ ഇനി അങ്ങോട്ട് വരണോന്ന് പറഞ്ഞാ അതെനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല ചാ. ശരി, എന്നാലേ എനിക്കൂടെ നീ ഇവിടെ സൗകര്യം ഒരുക്കി തരേണ്ടി വരും. എടാ നീ എവിടെ നിൽക്കുന്നോ അവിടെ മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ. എടാ നിന്നെ ഇഷ്ടക്കേട് കാണിക്കുന്ന സ്ഥലത്തെ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ എനിക്കിഷ്ടമുള്ള സ്ഥലത്തെ ഞാൻ നിൽക്കത്തുള്ളൂ. എടാ നിന്നെ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല. ഇവിടെ ഞാൻ കട്ടിലിന്റെ ഈ സൈഡിൽ കിടന്നോളാം. അച്ഛാ, ഈ കട്ടിലോ? എടാ കിടന്നോളാ. അച്ഛാ, അച്ഛാ ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വേടാ നീ. അച്ഛാ, എടാ മക്കളെ, രാമനില്ലാതെ ദശരഥൻ എന്തിനാടാ അയോധ്യ? തകർന്നു പോടാ അച്ഛൻ. അച്ഛാ, അത് എടാ മക്കളെ, എന്നെ ഒറ്റപ്പെടുത്തി നീ എവിടോട്ടെങ്കിലും പോയാ ഇപ്പൊ ഈ നടക്കുന്നില്ലേ? അത് നീ അടുത്തുള്ളോണ്ടാ. എടാ മക്കളെ, ഇഷ്ടേ നീയാടാ എന്റെ ബലം, നീ എന്റെ ശക്തി. എടാ നീ ഇല്ലേ അച്ഛനില്ലടാ. പിടിച്ചിരുന്നോ? എങ്ങനെ നിർത്തട്ടെ? വിട്ടോ, ഞാൻ പിടിച്ചിരിക്കുവാ. അല്ല, ശിവനിപ്പോ എവിടെയാ താമസിക്കുന്നത്? ആ പഴയ ലോഡ്ജിൽ തന്നെ. ഞാൻ പോയി നോക്കണോ?
ഞാൻ എന്തായാലും ശാലിനി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ അവിടെ കയറിയൊന്ന് തിരക്കാൻ പറയാം. ആ ദേ ശാലിന് കുഞ്ഞെത്തി. ഇതെന്താ എല്ലാവരും കൂടി പുറത്തു വന്ന് നിൽക്കുന്നത്? ഞാൻ മോളെ ഒന്ന് വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താ എന്താ സത്യമേ, എന്താ കാര്യം? രാഘവേട്ടനെ കാണാനില്ല. അകത്തും പുറത്തൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് നിൽക്കുക. അച്ഛൻ ഈ സമയത്ത് ഇത് എവിടെ പോവാനാ? ഇതിപ്പോ ആരെടുത്ത ഒന്ന് ചോദിക്കുക. പോയിരിക്കുന്നത് ശിവന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. മറ്റെവിടേക്കും പോവാൻ വഴിയില്ല. വിഷ്ണു കുഞ്ഞിനെയാണ് രാഘവൻ സാറ് ശിവനിൽ കാണുന്നത്. അതിപ്പോ നമ്മൾ എത്ര മാറ്റാൻ നോക്കിയാലും രാഘവൻ സാറിന്റെ രോഗാവസ്ഥയുമായി ചേർന്ന് പോയിരിക്കുന്ന കാര്യമാണ്. അതിനി അസുഖം വിട്ടുമാറാതെ മാറുകയും ഇല്ല. ശാലിനി കുഞ്ഞിനറിയാവോ ശിവൻ പോയതിനു ശേഷം എന്തെല്ലാം കുഴപ്പങ്ങളാ രാഘവൻ സാർ ഉണ്ടാക്കി വെച്ചേക്കെന്ന് അറിയോ? ദാ ആ അകത്ത മുറിയിലേക്ക് ചെന്ന് നോക്കിയേ, എല്ലാം പൊട്ടിച്ചിട്ടിരിക്കുക. ശിവൻ താമസിക്കുന്ന ലോഡ്ജിൽ ചെന്നിട്ടുണ്ടാവുന്ന പിള്ള പറയുന്നത്. രാഘവൻ സാറിന്റെ മനസ്സ് നിറയെ വിഷ്ണു കുഞ്ഞ. ഊണിലും ഉറക്കത്തിലും പറയുന്ന പേരും വിഷ്ണു കുഞ്ഞന്റെ തന്നെ. രാഘവൻ സാറിന്റെ അസുഖം ഭേദമാകുന്നവരെങ്കിലും ശിവനെ ഇവിടെ ജോലിക്ക് നിർത്തണമെന്ന എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ഉണ്ടായ കാര്യം എന്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ സംഭവിച്ചതാ. രാഘവൻ സാറിനെ നോക്കിക്കോണോന്ന് പറഞ്ഞിട്ടാ ശിവൻ ഫോൺ വിളിച്ച പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. ഞാൻ രാഘവൻ സാറിനെ ഇരുത്തിയിട്ട് ബില്ലടയ്ക്കാൻ പോയതാ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണവും. ശിവൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. മക്കളെ, യാത്ര നല്ല സൂപ്പറായിരുന്നു. അയ്യോ ഈശ്വര, രാഘവൻ സാർ ബൈക്കില്. നമുക്ക് എന്നും ഇങ്ങനെ കറങ്ങിയാലാ? അച്ഛപ്പാതി ഇറങ്ങും. അയ്യോ